കരുണാസമ്പന്നനായ ദൈവത്തിന് നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം ഞാൻ സ്തോത്രവും സ്തുതിയും കരയറ്റുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ തൻ്റെ പുത്രനോട് കൂടെ ഉയർപ്പിച്ച, സ്വർഗത്തിൽ തന്നോടൊപ്പം ഇരുത്തിയിരിക്കുന്ന, ശത്രുക്കളായിരുന്ന നമ്മെ ക്രൂശ് മൂലം തന്നോട് നിരപ്പിച്ച ആ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനും കരുണയ്ക്കുമൊക്കെയായി ദൈവത്തിന് വാഴ്വുകൾ അർപ്പിക്കുകയാണ്. നമ്മുടെ പാപ അന്ധകാരം നിറഞ്ഞ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് സത്യവെളിച്ചത്തെ കാട്ടിത്തന്ന നിത്യജീവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ ദാസന്മാർക്കും വന്ദനം. ഒരുമിച്ചുള്ള കൂട്ടായ്മ ഏറെ സന്തോഷകരവും അനുഗ്രഹകരവുമാണ്. സ്തോത്രം. വ്യാഖ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും വളരെ പ്രയാസമുള്ള ഒരു നീണ്ട ഭാഗമാണ് വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ. വളരെ ദുർവ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉള്ളതുമായ ഒരു ഭാഗമാണ്. ബൈബിളിലെ മറ്റേതൊരു ഭാഗത്തെക്കാളും അങ്ങനെ വ്യാഖ്യാനിക്കുവാൻ പ്രയാസമുള്ള ദൈർഘ്യമേറിയ വേദഭാഗമാണ് ഈ അധ്യായം. നമുക്ക് പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മ സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ഈ തിരുവചന ഭാഗങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ 2 ദിവസമായിട്ട് വെളിപ്പാട് പുസ്തകം 6 മുതൽക്കുള്ള അധ്യായങ്ങളെ പഠിക്കുവാൻ ശ്രമിക്കുകയാണല്ലോ. നമുക്ക് വീണ്ടും പ്രാർത്ഥനാപൂർവം ആ ഭാഗങ്ങളിലേക്ക് തിരിയാം. ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളിൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അത് ചോദിച്ചാട്ടെ. ഒന്നുമില്ല എന്ന് ഞാൻ ഗ്രഹിക്കുന്നു. നാം ഇന്നലെ കണ്ടത് വെളിപ്പാട് പുസ്തകത്തിലെ ഈ അധ്യായങ്ങൾ 6 മുതൽ 18 അല്ലെങ്കിൽ 19 വരെയുള്ള അധ്യായങ്ങൾ, അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ കാലക്രമം അനുസരിച്ചല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ഉദാഹരണങ്ങളും നാം ഇന്നലെ കണ്ടു. അതുകൊണ്ട് അതിൽ എഴുതിയിരിക്കുന്ന ക്രമം അനുസരിച്ചായിരിക്കും സംഭവിക്കുന്നത് എന്ന് നാം കരുതരുത്. ആ സംഭവങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നത് 5-ാം അധ്യായത്തിൽ ദൈവകുഞ്ഞാടായ ക്രിസ്തു സിംഹാസനസ്ഥനായ പിതാവാം ദൈവത്തിൽ നിന്നും കൈപ്പറ്റിയ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്. അതിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മുദ്രകൾ ഭേദനം ചെയ്യുന്നതിനനുസരിച്ച് ഓരോരോ സംഭവങ്ങൾ പ്രപഞ്ചത്തിൽ നിറവേറുന്നു. മനുഷ്യർക്കിടയിൽ, ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ മൊത്തമായി. നാം ആ ഭാഗങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. അതിൽ പ്രധാനമായിട്ടുമുള്ളത് 3 ന്യായവിധികളാണ്. 3 ന്യായവിധി.
അതിനെ സംബന്ധിച്ച് നാം കാണുകയുണ്ടായി. അവയുടെ അവസാനം നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതോടുകൂടെയും അതേ തുടർന്ന് നടക്കുന്ന അർമ്മഗദ്ദോൻ യുദ്ധത്തോടുകൂടെയുമായിരിക്കുമെന്ന് നമ്മൾ കണ്ടു. അർമ്മഗദ്ദോൻ യുദ്ധം ഭൂമിയിൽ നടക്കുവാനിരിക്കുന്ന യുദ്ധങ്ങളിൽ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള യുദ്ധമാണ്. ഏറ്റവും അവസാനത്തെ യുദ്ധത്തിന് തൊട്ടു മുൻപുള്ള യുദ്ധമായിരിക്കും അർമ്മഗദ്ദോൻ യുദ്ധം. ആ അർമ്മഗദ്ദോൻ യുദ്ധത്തെ പറ്റി നമുക്ക് തിരുവെഴുത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. തിരുവെഴുത്തിന്റെ എന്ന് വിശേഷാൽ പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ, യോവേൽ പ്രവചനത്തിലും ഒക്കെ ഉണ്ട്, സഖരിയാവിലുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് തൊട്ടു മാത്രം വിടുകയാണ്, നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ മാത്രം. നാം വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ അതിന്റെ 17 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് അർമ്മഗദ്ദോൻ യുദ്ധത്തിന്റെ ഒരുക്കത്തെക്കുറിച്ചും മറ്റും, വിശേഷിച്ച് 17-ഉം 18-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു. Revelation 14 verses 17 and 18 is a description of the preparation for this second last battle, that is of Armageddon battle. അവിടെ പിന്നീട് നാം പോയാൽ പതിനാറാം അധ്യായത്തിന്റെ, അതായത് ഈ 14-ന്റെ 17, 18 അർമ്മഗദ്ദോൻ യുദ്ധത്തിനായുള്ള സ്വർഗീയ ഒരുക്കമാണ്. ഓക്കെ, 14 verses 17 and 18. It is actually up to 20, but we will divide these 4 verses into 2. 17 തൊട്ട് 20 വരെയുള്ള 4 വാക്യങ്ങളിലാണ് അർമ്മഗദ്ദോൻ യുദ്ധത്തിന്റെ കാര്യങ്ങൾ 14-ാം അധ്യായത്തിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ 2 വാക്യങ്ങളായ 17-ഉം 18-ഉം വാക്യങ്ങൾ അർമ്മഗദ്ദോൻ യുദ്ധത്തിനായിട്ടുള്ള സ്വർഗീയ ഒരുക്കങ്ങളാണ്, ഹെവൻലി പ്രിപ്പറേഷൻ. 16-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെ, chapter 16 verses 12 to 16, we see the earthly preparation for Armageddon. ഭൂമിയിലെ രാജാക്കന്മാരും രാജ്യങ്ങളും അർമ്മഗദ്ദോൻ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. അവർക്കറിയത്തില്ല ഇത് അർമ്മഗദ്ദോൻ യുദ്ധം എന്നൊക്കെ കേട്ടോ. ഇത് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നതാണ്. ഇത് ഇവരെ അറിഞ്ഞുകൊണ്ടൊന്നും ഒരുങ്ങുന്ന ഒരുക്കമല്ല. ഈവൻ ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ലോകത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ അതികായന്മാരായിരുന്ന പാശ്ചാത്യ ശക്തികളുടെ ക്ഷതവും പൗരസ്ത്യ ശക്തികളുടെ ഉയർച്ചയും. So far the Western power was prevailing, but we see in these years Eastern power is on its rise. പ്രത്യേകിച്ച് നമ്മൾ മിക്കപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ, ഇന്ത്യ ഈസ് ഷൈനിങ്, ഇന്ത്യ വിളങ്ങുന്നു.
ഇന്ത്യ സാമ്പത്തിക ശക്തിയാകുന്നു. ഇന്ത്യ മേഖലയിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ശക്തിയാകുന്നു. അതുപോലെ തന്നെ ചൈന, ജപ്പാൻ തുടങ്ങിയുള്ള ഈസ്റ്റേൺ കൺട്രീസ്, പൗരസ്ത്യ രാജ്യങ്ങൾ, ഇവരെല്ലാം ശക്തന്മാരായിത്തീരുന്നു. അണ്വായുധം, സമ്പത്ത്, സാങ്കേതിക വിദ്യ, ടെക്നോളജി, ഇതിലൊക്കെ പാശ്ചാത്യരെക്കാൾ ഇന്ന് മുൻപോട്ട് കുതിക്കുന്നത് ഈ പൗരസ്ത്യ ശക്തികളാണ്. അത് രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ പേരിൽ ആ നേട്ടങ്ങൾ കുറിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ അനാദി നിർണയത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ഈ പൗരസ്ത്യ ശക്തികളുടെ വളർച്ച. ഇവിടെ നാം 16-ാം അധ്യായത്തിന്റെ 12 മുതൽക്കുള്ള വാക്യങ്ങളിൽ അതാണ് കാണുന്നത്. അതിൽ 16-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു. അപ്പം 14-ാം വാക്യത്തിലും നാം കാണുന്നുണ്ട്, സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ, ബാക്കി വായിച്ചാട്ടെ. മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, ദൈവത്തിന്റെ പദ്ധതിയുടെ നിവർത്തിക്ക് വേണ്ടി 5 തരത്തിലുള്ളവരെ ഉപയോഗിക്കുന്ന കാര്യം. അതിലൊന്നിവിടെ കണ്ടോ, ഭൂതാത്മാക്കൾ എന്ത് ചെയ്യുന്നു? ഭൂതലത്തിലുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കുവാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരുടെ അടുക്കലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ 12-ാമത്തെ വാക്യം കൂടെ വായിച്ചോളൂ. 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്നു വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. കിഴക്ക് നിന്ന്, ഈസ്റ്റേണേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പൗരസ്ത്യ ശക്തികളുടെ വളർച്ച അതാണ് നാം അവിടെ കാണുന്നത്. കിഴക്ക് നിന്നും വരുന്ന രാജാക്കന്മാർ. അപ്പം നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് കിഴക്ക് നിന്നുള്ളവർ. ഇപ്പൊ വരുന്ന കാലങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പൗരസ്ത്യ കിഴക്കൻ രാജ്യങ്ങൾക്ക് നിർണായകമായ പങ്ക് വഹിക്കുവാനുണ്ട്. അതിന് ഈ കിഴക്കൻ രാജ്യങ്ങൾ എല്ലാ നിലകളിലും ഉയർച്ച പ്രാപിച്ചേ പറ്റൂ. പ്രകൃതിയിൽ നടക്കുന്ന കാര്യം കണ്ടോ, നമ്മൾ ഇന്ന് കാണുന്ന ഗ്ലോബൽ വാർമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ദൈവത്തിന്റെ നിത്യനിർണയങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുന്നതെന്ന് കാണുന്നു. നമുക്കറിയാം, മലകൾ ഉരുകി ഒലിച്ചു പോകുന്നു. അന്റാർട്ടിക്കയിൽ 10 ആടിനെ മേടിച്ചുകൊണ്ട് പോയാൽ ഇപ്പോൾ തീറ്റ, പച്ചപ്പുല്ല് തെളിഞ്ഞു കാണുന്നു. ഗ്ലോബൽ വാർമിങ്ങിന്റെ ഫലമാണ്. ഓസോൺ പാളി പൊളിഞ്ഞതിന്റെ ഫലമാണ്. ശാസ്ത്രം ഇതിനൊക്കെ മറ്റു പല കാരണങ്ങളും പറയുന്നു. ഇതൊക്കെ കാണുമ്പോൾ ശാസ്ത്രലോകത്തിന് വളരെ ഭീതിയാണ്. യേശു പറഞ്ഞതുപോലെ ആകാശത്തിന്റെ ശക്തികൾ ഇളകുന്നതിനാൽ നമ്മൾ പാട്ടും പാടാറുണ്ട്, ഭൂവിൽ എന്ത് ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേടിച്ച് നിർജീവന്മാരായിടുന്നു. സാധാരണക്കാർക്ക് വലിയ അറിവൊന്നുമില്ല ഇതിനെ കുറിച്ചൊന്നും. എന്തൊരു ചൂടാന്നൊക്കെ പറഞ്ഞങ്ങ് വീശി
2-3 പ്രാവശ്യം കുളിച്ച് ഒക്കെ ഇവരങ്ങ് പോകത്തതേ ഉള്ളൂ. പക്ഷേ അല്പമൊക്കെ അറിവുള്ളവരും പഠിത്തമുള്ളവരും കുറേയേറെ ശാസ്ത്രീയമായ അറിവുകളുള്ളവരും ഒക്കെയാണ് ഇതിലൊക്കെ കൂടുതൽ ആശങ്കപ്പെടുന്നത്. ഇന്നലെ രാത്രിയിൽ നമ്മുടെ ക്ലാസ്സിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ ഓൺലൈൻ പത്രം വായിച്ചപ്പോൾ, അത് എടുത്തു വെക്കാൻ മറന്നുപോയി. അധിക നാളുകൾക്ക് മുമ്പ് തന്നെ കടലിൽ വെള്ളപ്പൊക്കമുണ്ടായി ഒരാശങ്ക പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ പ്രധാന നഗരങ്ങളിൽ പലതും മഹാസമുദ്രങ്ങൾ വിഴുങ്ങിക്കളയുമോ എന്ന ആശങ്ക. കാരണം അത്രയ്ക്കും ചൂടുകൂടി, മഞ്ഞുമലകൾ ഉരുകി, നദികൾ ഉണങ്ങി, നദിയുടെ ഉത്ഭവസ്ഥാനങ്ങളിലെ മഞ്ഞുമലകൾ ഇല്ലാതെയായിട്ട് നദികൾ വറ്റി വരണ്ട് ഇവയെല്ലാം കൂടെ ഒരുമിച്ച് ചെന്ന് കടലിൽ പതിച്ച് കടലിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകും. മനസ്സിലായോ? ബൈബിളിൽ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാലത്ത് വിശ്വസിക്കുവാൻ പ്രസംഗകർക്കും പാസ്റ്റേഴ്സിനും പോലും പ്രയാസമായിരുന്നു. എന്നാൽ ഇന്ന് വെളിപ്പാട് പുസ്തകം നമുക്ക് അക്ഷരീയമായി നിറവേറുന്നത് കണ്ട് വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിലൊരു കാര്യമാണ് ഈ പറഞ്ഞത്. വെളിപ്പാട് 14-ന്റെ 17-ഉം 18-ഉം സ്വർഗത്തിൽ അർമഗദ്ദോൻ യുദ്ധത്തിനായിട്ടുള്ള ഒരുക്കമാണെങ്കിൽ 16-ാം അധ്യായത്തിന്റെ 12 മുതൽ ഭൂമിയിൽ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തെയാണ് കാണുന്നത്. അതിന്റെ ഭാഗം നമ്മൾ കണ്ടു. ദുരാത്മമണ്ഡലം, ദുരാത്മാക്കൾ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. പ്രകൃതി അതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. ജീവനില്ലാതെ ഒഴുകുന്ന ബൈബിളിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നദിയായ മഹാനദി എന്ന് വിളിക്കപ്പെടുന്ന യൂഫ്രട്ടീസ് അതിനുവേണ്ടി ഒരുക്കപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നായ ഗംഗാനദി ഉൾപ്പെടെ ഉള്ളത് വേണ്ടതുപോലെ വെള്ളമില്ലാതെ ഉണങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ബൈബിളിലെ തന്നെ പ്രധാനപ്പെട്ട നദിയായ യൂഫ്രട്ടീസ് വറ്റി വരളുന്നത് നാം ഇവിടെ കാണുന്നു. ഇതൊക്കെ സംഭവിക്കേണ്ടതിന് പ്രകൃതിയും ഒരുങ്ങുന്നു. ദുരാത്മാക്കൾ അതിനു വേണ്ടി ഒരുങ്ങുന്നു. മനുഷ്യരെ അവരറിയാതെ തന്നെ അതിനു വേണ്ടി ഒരുക്കുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? നാം കഴിഞ്ഞ ദിവസം 16-ാമത്തെ വാക്യത്തിൽ അർമഗദ്ദോൻ എന്ന പേരൊക്കെ കണ്ടു. അപ്പോൾ അർമഗദ്ദോൻ യുദ്ധത്തിനായിട്ടുള്ള ഒരുക്കമാണ് നാം അവിടെ കാണുന്നത്. അപ്പോൾ സ്വർഗീയ ഒരുക്കം കണ്ടു, ഭൗതിക ഒരുക്കം കണ്ടു. പിന്നെ 19-ാം അധ്യായത്തിന്റെ 11 മുതൽ 16 വരെയും അതിനുവേണ്ടി യേശു സ്വർഗത്തിൽ നിന്ന് വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുന്ന ചിത്രമാണ്. അർമഗദ്ദോൻ യുദ്ധത്തിന്റെ അന്തിമ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് വെളിപ്പാട് 19-ന്റെ 11 മുതൽ 16 വരെ. അതാണ് സത്യത്തിൽ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ്, ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവാണ്.
17 മുതലുള്ള വാക്യങ്ങളിൽ 19-ാം അധ്യായത്തിന്റെ 17ഉം 18ഉം വാക്യങ്ങളിൽ യുദ്ധത്തിന്റെ പ്രഖ്യാപനമാണ്. അർമഗദ്ദോൻ യുദ്ധത്തിന്റെ പ്രഖ്യാപനമാണ്. A declaration or an invitation for the Armageddon battle. ആ യുദ്ധം നടക്കുന്നതാണ് 19ഉം 20ഉം 19-ാമത്തെ വാക്യത്തിൽ. 19ഉം 20ഉം വാക്യങ്ങളിൽ, അല്ലെങ്കിൽ 19-21 വരെ എന്ന് പറയാം, അർമഗദ്ദോൻ യുദ്ധം നടക്കുന്നതാണ്. എന്നാൽ 14-ാം അധ്യായത്തിന്റെ നമ്മള് മുമ്പ് വിട്ടിട്ട് പോയ 19ഉം 20ഉം വാക്യങ്ങൾ, ചാപ്റ്റർ 14 verses 19 and 20, ആ വാക്യങ്ങൾ അർമഗദ്ദോൻ യുദ്ധത്തിന്റെ കോൺസിക്വൻസസ്, പരിണിത ഫലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 19-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ യുദ്ധം നടക്കുന്നു. അതിന്റെ പരിണിത ഫലങ്ങളെ പറ്റി നാം കാണുന്നത് ഈ 14-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലാണ്. അക്രമം ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പലയിടങ്ങളിലായിട്ടാണിത് ചിതറിക്കിടക്കുന്നത്. അപ്പോൾ ആ ഒരു കാലക്രമം അനുസരിച്ചല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഒന്ന് എടുത്തു പറഞ്ഞതാണ്. ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ അത് ചിന്തിച്ചത് കൊണ്ട് അന്നേരം കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടാവില്ലെന്നും ഞാൻ കരുതും. അപ്പോൾ ഇങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിലല്ലാതെ, കാലക്രമം അനുസരിച്ചല്ലാതെ ചിതറിക്കിടക്കുന്ന ഭാഗങ്ങളെ നമുക്ക് കണ്ടെത്തി കൂട്ടിയോജിപ്പിച്ച് മുൻപോട്ട് പോയാൽ ഗ്രഹിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി ഇന്നലെ നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ചില ദിവസങ്ങളുടെ കണക്കായിരുന്നല്ലോ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? പ്രയാസമില്ലായിരിക്കുമല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ശരി. ഇനി നമുക്ക് ചില ദിവസങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. മഹാപീഡന കാലം അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലം എന്ന് പറയുന്നത് 7 വർഷമാണ്. ആ 7 വർഷക്കണക്ക് നമുക്ക് വിശേഷാൽ കിട്ടുന്നത് ദാനിയേൽ 9-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ നിന്ന്. 24 മുതൽക്ക് നാം കാണുന്നത് 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ചാണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. We see about the 70 weeks period from Daniel chapter 9 verses from 24. And we have seen 69, 7 plus 62 weeks are over. 7ഉം 62ഉം ആഴ്ചവട്ടങ്ങൾ പൂർത്തിയായതായി നമ്മൾ കണ്ടു. എന്നാൽ 70-ാം ആഴ്ചവട്ടം ഇനിയും നിവർത്തിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട്
70 ആഴ്ചവട്ടങ്ങൾ നിവർത്തിച്ചു എന്ന് പറയാൻ സാധിക്കുകയില്ല. അതും നമ്മൾ വിശദമായി കണ്ടു. 24, 25, 26 വാക്യങ്ങളിൽ നിന്ന് ഈ 70 ആഴ്ചവട്ടം കൊണ്ട് നിറവേറേണ്ട 6 വിശേഷപ്പെട്ട സംഭവങ്ങൾ, അതിൽ ഭാഗികമായിട്ടെങ്കിലും നിറവേറിയിട്ടുള്ളത് ഒരെണ്ണമേ ഉള്ളൂ. ഓർമ്മ കാണും നിങ്ങൾക്ക്. പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി, അതായത് യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണം, ക്രൂശ് മരണം, ആ ഒരൊറ്റ കാര്യം മാത്രമേ ഇതുവരെ നിവർത്തിക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കി ഉള്ളതൊന്നും ഇതുവരെയും നിവർത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് 70 ആഴ്ചവട്ടങ്ങൾ പൂർണ്ണമായിട്ടില്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടെ അത് പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇനി 70ാമത്തെ ആഴ്ചവട്ടം, 70th വീക്ക് നിറവേറുവാനായി ബന്ധപ്പെടുകയാണെന്നും നമ്മൾ മനസ്സിലാക്കി. അന്ന് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് 27 മുതലുള്ള വാക്യങ്ങളിൽ ദാനിയേൽ 9 കാണുന്നത്. ഒന്നും കൂടെ ആ വാക്യം ഒന്ന് വായിച്ചത്. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. അതിനൊരു വാക്യം മുകളിൽ നിന്ന് വായിച്ചു. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടച്ചനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. വരുവാനുള്ള പ്രഭു, അവന്റെ പടജ്ജനം ഒരാഴ്ചവട്ടത്തേക്ക് എന്ന് പറഞ്ഞാൽ 7 വർഷത്തേക്കെന്ന് നമ്മൾ മനസ്സിലാക്കി. നിയമം കഠിനമാക്കും എന്നുള്ളതിന്റെ അർത്ഥവും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഉടമ്പടി ചെയ്യും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്നാൽ ആഴ്ചവട്ടത്തിന്റെ പകുതിയിൽ വെച്ച്, അതായത് 3.5 വർഷം കഴിയുമ്പോൾ, അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കും. ഉടമ്പടി ലംഘിക്കും. അതിന്റെ ഭാഗമായി അവൻ യെരൂശലേം ദേവാലയത്തെ അശുദ്ധമാക്കും. അവൻ യെരൂശലേം ദേവാലയത്തിൽ യഹോവയ്ക്കുള്ള യാഗങ്ങൾ നിർത്തലാക്കും. ഹനനയാഗവും ഭോജനയാഗവും, ഈ ദൈവത്തിനുള്ള അല്ലെങ്കിൽ യഹോവയുടെ ആരാധന അവൻ നിർത്തലാക്കും. 2, അവൻ ശൂന്യമാക്കുന്ന മ്ലേച്ഛത അവിടെ സ്ഥാപിക്കും. അതിന്റെ അർത്ഥവും നമ്മൾ കണ്ടു. റോബോട്ടിക് പ്രതിമ, അവന്റെ തന്നെ AI ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രതിമ സ്ഥാപിക്കും. ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ വാർത്താ പത്രികകളിലും ന്യൂസ് ചാനലുകളിലുമൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു സംഗതിയാണ്. കേരളത്തിലെ ഒരു മനുഷ്യൻ, പേര് മറന്നുപോയി, അദ്ദേഹത്തിന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു. യൂട്യൂബിലൊക്കെ ഉണ്ട്, പത്രത്തിൽ ഞാൻ വായിച്ചിരുന്നു. അത് ആ മേഖലയിലുള്ള പലരും അദ്ദേഹത്തിൽ നിന്ന് റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ പുറപ്പെടുന്നതായി പരിശോധിച്ചറിഞ്ഞെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇനി അത് അദ്ദേഹത്തിന്റെ തലയിൽ ഇല്ലെങ്കിലും നമുക്ക് വലിയ അത്ഭുതമൊന്നുമല്ലത്.
13-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന മുദ്ര കേൾക്കുന്ന പരിപാടി 666 സംഗതി അത്രേ ഉള്ളൂ. ഇപ്പം ഈ പുള്ളിയും ശാസ്ത്രലോകവും ഒക്കെ പറയുന്നത് അങ്ങനെ ഒരു ചിപ്പ് ഘടിപ്പിച്ചാൽ നമ്മുടെ പ്രൈവസി ഇല്ലാതെയാവുകയാണ്. അതിന്റെ റിമോട്ട് ആരുടെ കയ്യിലാണോ അയാൾക്ക് ആ വ്യക്തിയെ നിയന്ത്രിക്കാം. ചിന്തകളെ പോലും നിയന്ത്രിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഇന്ന് വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ ഇതിനോടൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ മതി, ഒന്ന് തൊട്ടുവിട്ടാൽ മതി. അതൊന്നും നമ്മെ സംബന്ധിച്ച് അത്ഭുതങ്ങളല്ല. ആകുലപ്പെടുകയും വേണ്ട. അങ്ങനെ ചിപ്പ് ഘടിപ്പിച്ച് വേറെ ആരോ നമ്മളെ നിയന്ത്രിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ നമ്മുടെ കർത്താവ് തന്റെ മണവാട്ടിയെ തന്റെ അടുക്കൽ ചേർക്കും. സ്തോത്രം. താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ മണവാട്ടിയെ മറ്റൊരുത്തന് നിയന്ത്രിക്കുവാൻ, അവന്റെ കളിപ്പാവയായി വിട്ടുകൊടുക്കുവാൻ ഈ മണവാളൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് ഇതൊക്കെ നമ്മെ പ്രത്യാശയിൽ വളർത്തുകയാകാവൂ, തളർത്തരുത്. നമ്മുടെ തലമുറകൾക്കും നാം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. സ്തോത്രം. ആകട്ടെ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ എതിർ ക്രിസ്തു, വരുവാനുള്ള പ്രഭു, ഒരാഴ്ചവട്ടക്കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ 7 വർഷത്തേക്ക് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യും. എന്തായിരിക്കും അവന്റെ ഉടമ്പടി? ഇന്ന് ലോകത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യം എന്താണ്? അവർക്കൊരു ദൈവാലയം. ലോകത്തിന് മൊത്തം. ഇത് യഹൂദനോട് മാത്രമല്ല ഈ ഉടമ്പടി. അതെ, സമാധാനമാണ് ഇന്ന് ലോകത്തിന് വേണ്ടത്. എവിടെ നോക്കിയാലും അസമാധാനമാണ്. അതാണ് നാം വെളിപ്പാട് 6-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത്. 1-ാം മുദ്ര കുഞ്ഞാട് പൊട്ടിക്കുന്നു. അപ്പോൾ ആരെയാണ് കാണുന്നത്? വെള്ളക്കുതിര. വെള്ളക്കുതിര. വെള്ള എന്തിന്റെ പ്രതീകമാണെന്ന് നമുക്കറിയാം. സമാധാനത്തിന്റെ പ്രതീകമാണ്. സാധാരണ യുദ്ധങ്ങളിൽ ഉപയോഗിക്കാത്ത ഒരു നിറമാണ് വെള്ള. യുദ്ധത്തിന് ചമയിക്കുന്ന കുതിരകളിൽ വെള്ളക്കുതിരകളെ ഉപയോഗിക്കാറില്ല യുദ്ധത്തിന്. കാരണം വെള്ളക്കുതിരയെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാം. ശത്രുക്കൾക്ക് ഈ വെള്ളക്കുതിരയെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതുകൊണ്ട് യുദ്ധങ്ങളിൽ വെള്ളക്കുതിരകളെ ഉപയോഗിക്കുന്ന പതിവില്ലത്രേ. എന്നാൽ ഇവിടെ 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് ഒരു വെള്ളക്കുതിര. ആ വെള്ളക്കുതിരപ്പുറത്തൊരുത്തൻ ഇരിക്കുന്നു. എടുത്തെങ്കിൽ വായിച്ചോ. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ചിലർ ഈ വെള്ളക്കുതിരയെ കണ്ടുകൊണ്ടും വെള്ളക്കുതിരപ്പുറത്ത് കയറിയ കുതിര സവാരിക്കാരനെ കണ്ടുകൊണ്ടും അയാളുടെ തലയിലെ കിരീടവും കയ്യിലെ വില്ലും ജയിക്കുന്നവനും ജയിപ്പാനായും പുറപ്പെട്ടു എന്ന പ്രമേയവും കൊണ്ട് ഇത് ക്രിസ്തുവാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ക്രിസ്തു അല്ല. ഇവനാണ് വ്യാജ ക്രിസ്തു. അവൻ രംഗപ്രവേശം ചെയ്യുന്നത് സമാധാനദായകനായിട്ടാണ്. ലോകത്തിലെ ഒരു ഭരണാധിപനും
നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിവിധ പ്രശ്നങ്ങൾ ലോകത്തിലെ ഒരു നയതന്ത്രജ്ഞനും പരിഹരിപ്പാൻ കഴിയാത്ത പ്രശ്ന കലുഷിതമായ ഒരു ലോകം ഇന്ന് നമുക്കറിയാം. ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ലോകത്തിലെ ഒരു ഭരണാധിപനും കഴിയുന്നില്ല. ഒരു ഭരണാധിപനും തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുവാൻ കഴിയുന്നില്ല. ഉദാഹരണത്തിന് ഈ ആഗോള താപനം നിയന്ത്രിക്കാൻ ഉച്ചകോടികൾ പലതും നടക്കുന്നുണ്ട്, തീരുമാനങ്ങൾ പലരും എടുക്കുന്നുണ്ട്. പക്ഷെ വല്ലതും നടക്കുന്നുണ്ടോ? ഇത് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. മറ്റൊരു പ്രശ്നം ഗ്രൗണ്ട് വാട്ടർ ലെവൽ, ഭൂമിക്കടിയിലെ വെള്ളത്തിന്റെ നില താണുകൊണ്ടിരിക്കുന്നു. വെള്ളത്തിന്റെ അളവ് താഴുന്നു. ഏത് സർക്കാരിന് ഇത് പരിഹരിക്കാൻ പറ്റും? ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ കാര്യം പറഞ്ഞാൽ BJP സർക്കാർ വന്നതുകൊണ്ട് വെള്ളം, ഭൂമിക്കടിയിലെ വെള്ളം അവര് പിണങ്ങി അങ്ങ് താഴുക. ഇന്ത്യ സഖ്യം വന്നു, അല്ലെങ്കിൽ UPA സർക്കാർ വന്നാൽ ഈ കുറഞ്ഞ് താണുപോയ വെള്ളം പൊങ്ങി വരുമോ? ഇല്ല. UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത് NDA-ക്കാർ പറഞ്ഞ ആരോപണമായിരുന്നു പെട്രോൾ വിലയുടെ വർധനവ്, ഡോളറിനെതിരെ നമ്മുടെ ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം താഴുന്നത്. ഇതൊക്കെ NDA സർക്കാരിന്റെ അല്ലെങ്കിൽ NDA സഖ്യത്തിന്റെ വലിയ വിലപേശൽ വിഷയങ്ങളായിരുന്നു. എന്നാൽ അവർ ഭരണത്തിലേറിയിട്ട് ഗ്യാസിന് വില കുറഞ്ഞോ? പെട്രോളിന് വില കുറഞ്ഞോ? ഡോളറിന്, നമ്മുടെ രൂപയുടെ മൂല്യം കൂടിയോ? ഒന്നുമില്ല. ഇനിയും ഈ സ്ഥാനത്ത് UPA സർക്കാർ ആയിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കുമായിരുന്നുള്ളൂ. കാരണം ഇതിന്മേലൊന്നും ഇവർക്കാർക്കും നിയന്ത്രണമില്ല. കാലാവസ്ഥയുടെ മേൽ, പ്രകൃതിയുടെ മേൽ, ചൂടിന്റെ മേൽ, മഴയുടെയും വെള്ളത്തിന്റെയും കാറ്റിന്റെയും ഒക്കെ മേൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിയന്ത്രണമില്ല. മനുഷ്യന്റെ സ്വഭാവം, അതിന്മേൽ നിയന്ത്രണമില്ല. അപ്പൊ ഇങ്ങനെ പ്രശ്ന കലുഷിതമായി ലോകം നീങ്ങിക്കൊണ്ടിരിക്കുക. ഇനിയും അത് കൂടുതൽ വഷളാവുകയുള്ളൂ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പും ഒക്കെ ആയിട്ട് ദൈവസഭയുടെ ഉണ്ട്. ദൈവസഭയുടെ ഉള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ദൈവസഭയോടൊപ്പം പരിശുദ്ധാത്മാവും ഇന്ന് ലോകത്തിൽ ഉള്ളത് കൊണ്ട് മ്ലേച്ഛത, പാപത്തിന്റെ പുരുഷനെ, അധർമ്മത്തിന്റെ മൂർത്തിയെ അഴിഞ്ഞാടാനായിട്ട് വിടാതെ തടഞ്ഞു നിർത്തിയിരിക്കുക. പാപത്തിന്റെയും മ്ലേച്ഛതയുടെയും ഭയങ്കര തിരത്തള്ളല, കുത്തി ഒഴുകാൻ തയ്യാറായി നിൽക്കുക. പക്ഷേ ദൈവസഭയും സഭയ്ക്കൊപ്പം പരിശുദ്ധാത്മാവും കൂടെ എന്ത് ചെയ്യുന്നു? അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. എന്നിട്ടും ഇത്രയധികം മ്ലേച്ഛതകൾ നമ്മുടെ കണ്ണിന് മുൻപിൽ നടക്കും. വിവാഹം കഴിക്കാത്ത മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു. ടീനേജേഴ്സ് ആയിട്ടുള്ള കൗമാരക്കാരത്തികളായ അമ്മമാരുടെ എണ്ണം കൂടുന്നു.
ഭ്രൂണഹത്യ ചെയ്യപ്പെടുന്നതിന്റെ സംഖ്യ ഏറെ പെരുകിയിരിക്കുന്നു. ആത്മഹത്യകളും കൊലപാതകങ്ങളും എണ്ണമില്ലാത്തതുപോലെ, വിവാഹമോചനങ്ങൾ, മാറാരോഗങ്ങൾ എന്ന് വേണ്ട ഇവയെല്ലാം ഇന്ന് വിശുദ്ധന്മാർ ഇവിടെ ഉണ്ടായിട്ട് പോലും വർദ്ധിക്കുന്നെങ്കിൽ ഓർത്ത് നോക്കിക്കേ, ദൈവസഭ ഇവിടെ നിന്നും എടുക്കപ്പെട്ട അനന്തരം പരിശുദ്ധാത്മാവ് സഭയോടുകൂടെ പോയ ശേഷം ഈ ഭൂമിയിൽ അധർമ്മത്തിന്റെ മൂർത്തി, പാപത്തിന്റെ മനുഷ്യൻ, മാൻ ഓഫ് സിൻ, പാപത്തിന്റെ പുരുഷൻ വെളിപ്പെട്ട് കഴിയുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളും ഇവിടുത്തെ പാപവും എത്രയധികം വർദ്ധിച്ചിരിക്കും എന്നോർക്കുക. അന്ന് ഒരു രാഷ്ട്രീയ നയതന്ത്രജ്ഞന്മാർക്കും ഒരു ഡിപ്ലോമാറ്റിനും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിലൂടെ ലോകം പോകും. അന്ന് ലോകത്തിന് ഒറ്റ ഒരാളിന്റെ ആവശ്യമുള്ളൂ, ഈ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സമാധാനദായകൻ. അങ്ങനെ ഏതൊരുവൻ പ്രത്യക്ഷപ്പെട്ടാലും ഇരുകൈകളും നീട്ടി അവനെ സ്വീകരിപ്പാൻ അന്നത്തെ ലോകം തയ്യാറായിരിക്കും. അത് നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വലിയ സാങ്കേതിക വിദഗ്ധനും വളരെ വലിയ നയതന്ത്രജ്ഞനുമായി a man of modern technology as well as a very unique diplomat. സാങ്കേതിക വിദഗ്ധനും നയതന്ത്രജ്ഞനുമായി സമാധാനം, എല്ലാവർക്കും സമാധാനം വാഗ്ദത്തം ചെയ്തുകൊണ്ട് ഒരുവൻ പ്രത്യക്ഷപ്പെടും. അവന്റെ പേരാണ് വരുവാനുള്ള പ്രഭു, എതിർ ക്രിസ്തു. അതുകൊണ്ട് അവന്റെ കയ്യിൽ വില്ലുണ്ട്, പക്ഷേ അമ്പില്ല. സമാധാനം പറയുക. വെള്ളക്കുതിര, അവന് കിരീടം ലഭിക്കുന്നു. ലോകത്തിലുള്ള ബാക്കി ഭരണാധിപന്മാരെല്ലാരും കൂടെ പറയും, എന്റെ സാറേ ഇന്ന ഞങ്ങളുടെയും കൂടെ കിരീടം അങ്ങെടുത്തു, ഞങ്ങൾക്കൊന്ന് കൂടെ ഇരിക്കാൻ, ഇടത്തും വലത്തും ഇരിക്കാൻ. വേദപുസ്തക ഭാഷ ഉപയോഗിക്കുക, വരം തന്നാൽ മതി, സിംഹാസനത്തിൽ അങ്ങിരുന്നോളൂ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അവൻ പ്രത്യക്ഷനാകും. അതാണ് 7 വർഷത്തേക്ക് അവൻ ആൾക്കാരുമായി ഉടമ്പടി ചെയ്യും. കാരണം he comes out of nowhere. അതുവരെ ഒരുപക്ഷെ ചിത്രത്തിലേ ഇല്ലാത്ത ഒരുവനാ. അവന് ബാക്കിയുള്ള രാജാക്കന്മാരൊക്കെ തങ്ങളുടെ രാജ്യവും അധികാരവും വാഗ്ദത്തം ചെയ്യും. വെറുതെ പറഞ്ഞാലൊന്നും അവൻ കേൾക്കത്തില്ല, ഉടമ്പടി ചെയ്യും. മറ്റുള്ളവരും അവൻ അധികാരം കൈമാറുന്നതിന് മുമ്പ് ഇവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടും, രേഖകൾ ഉണ്ടാക്കും. ഡിജിറ്റൽ മതിയല്ലോ ഇന്നല്ല. പക്ഷേ അവൻ ആഴ്ചവട്ടത്തിന്റെ പകുതിയിൽ തന്നെ എന്ത് ചെയ്യും? ഉടമ്പടി ലംഘിക്കും. ഇത് നാം ദാനിയേൽ 7-ാമത്തെ അധ്യായത്തിലും 8-ാമത്തെ അധ്യായത്തിലും 11-ാം അധ്യായത്തിലും
പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദാനിയേലിന്റെ പ്രവചനങ്ങൾ അധികമായും കാണുന്നത് ഈ 3 അധ്യായങ്ങളിലാണ്. ഏഴാമത്തെ അധ്യായത്തിൽ റോമിനെ ചിത്രീകരിക്കുന്ന മൃഗമാണ് ഒരു മഹാമൃഗം. 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലുണ്ട്, രാത്രി ദർശനത്തിൽ ഘോരവും, വായിച്ചോളൂ, മറ്റൊരു ശബ്ദം കൂടെ കേട്ടോട്ടെ. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിൽ വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അടുത്ത വാക്യം കൂടെ, 8-ാമത്തെ വാക്യം കൂടെ. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണ് പോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ഈ ലിറ്റിൽ ഹോൺ, ഇതിനെ വിളിക്കുന്നത് ലിറ്റിൽ ഹോൺ എന്നാണ്. ആ കൊച്ചു കൊമ്പാണ് എതിർ ക്രിസ്തു. ഈ 10 കൊമ്പ്, ഈ മൃഗത്തിന്റെ 10 കൊമ്പ് 10 രാജാക്കന്മാരെ കാണിക്കുന്നു. 10 രാജാക്കന്മാർ എന്നതിനേക്കാൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 10 നേഷൻ കോൺഫെഡറേഷൻ, ദശരാഷ്ട്ര സംഘടന. കേവലം 10 വ്യക്തികളാകണമെന്നില്ല, 10 സംഘടനകളാകാം. ഉദാഹരണത്തിന് GCC, യൂറോപ്യൻ യൂണിയൻ, EU, ഇതുപോലെയുള്ള ഓരോ രാഷ്ട്ര സംഘടനകൾ പ്രധാനപ്പെട്ട 10 രാഷ്ട്ര നേതാക്കന്മാരാണ്, രാഷ്ട്ര സംഘടനാ നേതാക്കന്മാരാണ്. അവർക്കിടയിൽ നിന്നുമാണ് ഒരു കൊച്ചു കൊമ്പ് പുറപ്പെട്ടു വരുന്നത്. ആ ഒരു കൊച്ചു കൊമ്പ് അപ്പം ആ കൊച്ചുകൊമ്പ് എതിർ ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ഇനിയും അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. അതിന്റെ തലയിലുള്ള 10 കൊമ്പുകളെ കുറിച്ചും മുളച്ചു വന്നതും 3 കൊമ്പ് വീഴിച്ചതും കണ്ണും വമ്പ് പറയുന്ന വായുള്ളതും കൂട്ടുകൊമ്പുകളെക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെ കുറിച്ചുമുള്ള വിവരം അറിയുവാൻ ഞാൻ ഇച്ഛിച്ചു. അവിടുന്ന് താഴോട്ട് വരുമ്പോൾ ആ കൊച്ചു കൊമ്പിനെ കുറിച്ച് ദാനിയേലിന് ദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നാം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 8-ാം അധ്യായത്തിൽ നാം കാണുന്നത് മേദ്യ പേർഷ്യയെയും ഗ്രീസിനെയും കുറിച്ച്. മേദ്യ പേർഷ്യയെയും ഗ്രീസിനെയും കുറിച്ചാണ്. എന്താ 8-ാം അധ്യായത്തിൽ ദാനിയേൽ കാണുന്നത്? മൂന്നാമത്തെ വാക്യത്തിലുണ്ട്. 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ, എ റാം വിത്ത് 2 ഹോൺസ്. 2 കൊമ്പുള്ളതല്ലേ ഇവനെല്ലാ ആട്ടുകൊറ്റന്മാരും. അതിൽ ഈ 2 കൊമ്പുകൾ ഒന്ന് മറ്റേതിനേക്കാൾ നീളമുള്ളതായിരുന്നു. അതുപോലെ
5-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ വേറെ ഒരു ആടിനെ കാണുന്നുണ്ട്. ഒരു കോലാട്ടുകൊറ്റൻ, ഹീ ഗോട്ട്. ആദ്യം കണ്ടത് ചെമ്മരിയാടിന്റെ മുട്ടനാടാണ്. അതിനെയാണ് ആട്ടുകൊറ്റൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത് 5-ാം വാക്യത്തിൽ കാണുന്നത് കോലാട്ടുകൊറ്റൻ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആട്ടുകൊറ്റൻ. അതിന് എത്ര കൊമ്പുണ്ട്? ഒരു കൊമ്പേ ഉള്ളൂ, ഒറ്റക്കൊമ്പന്. അതിനുവേണ്ടിയാണ് എടുത്തു പറഞ്ഞത് 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ. ഇതിന്റെ അർത്ഥം എന്താണ്? 20-21 വാക്യങ്ങൾ വായിച്ചാട്ടെ. 20 and 21. 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസ്യ രാജാക്കന്മാരെ കുറിക്കുന്നു. പരുപരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1-ാമത്തെ രാജാവുമാകുന്നു. എത്ര കൃത്യതയോടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മേദ്യ പേർഷ്യയെ കുറിക്കുന്നതാണ് ആദ്യം കണ്ട റാം, ആട്ടുകൊറ്റൻ. അതിന്റെ 2 കൊമ്പ്, ഒന്ന് മേദ്യയെയും ഒന്ന് പേർഷ്യയെയും കുറിക്കുന്നു. രണ്ടാമത്തേത് ഒറ്റ കൊമ്പുള്ള ഹീ ഗോട്ട്, കോലാട്ടുകൊറ്റൻ, യവന സാമ്രാജ്യമാണ്, ഗ്രീസ്. അതിന്റെ കൊമ്പ് ആദ്യത്തെ രാജാവായ അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. പക്ഷെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ നടുവിലുള്ള കൊമ്പ് പറഞ്ഞു പോകുന്നു. മഹാനായ അലക്സാണ്ടർ 10 വർഷം പോലും ഭരിക്കാൻ കഴിയാതെ ഏർലി 30s, ഏതാണ്ട് 30-33 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. അതേ തുടർന്ന് ആ ഒരു കൊമ്പിന്റെ സ്ഥാനത്ത് 4 കൊമ്പുകൾ പിറക്കുന്നു. അതായത് 22-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, 22. അത് തകർന്ന ശേഷം അതിനു പകരം 4 കൊമ്പ് മുളച്ചതോ 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും, അതിന്റെ ശക്തിയോടെ അല്ലതാനും. അലക്സാണ്ടറിന്റെ മരണശേഷം തന്റെ സാമ്രാജ്യം തന്റെ 4 ആർമി ജനറൽസ്, മിലിറ്ററി ജനറൽസ് അവര് പകുത്തെടുത്തു. അതിനെയാണ് 4 കൊമ്പുകൾ കാണിക്കുന്നത്. നമ്മുടെ വിഷയം അവിടെ നിൽക്കുന്നില്ലാത്തത് കൊണ്ട് ഞാൻ പോവുകയാണ്. എന്നിട്ട് 23 ഒന്ന് നിന്നിട്ട് 24 വായിച്ചു. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ആ ഉഗ്രബുദ്ധിയും ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കുന്നതിനെയാണ് എതിർ ക്രിസ്തുവിന്റെ ഉത്ഭവമായി നാം മനസ്സിലാക്കുന്നത്. എപ്പോൾ അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, പാപം തികയണം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, എതിർ ക്രിസ്തുവിന്റെ പേരെന്താണ്? മാൻ ഓഫ് സിൻ, പാപത്തിന്റെ പുരുഷൻ. അന്ന് ഞാൻ ചോദിച്ചിരുന്നു, പാപം പെരുകുന്നത് എതിർ ക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ടാണോ അതോ പാപം പെരുകിയതിന്റെ ഫലമായിട്ട് വന്നവനാണോ എതിർ ക്രിസ്തു എന്ന് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. He is not actually the reason for sin or growth of sin, but he is the effect of sin.
പാപം പെരുകാൻ, അതിക്രമം പെരുകാൻ എതിർ ക്രിസ്തു ഒരു കാരണം എന്നതിനേക്കാൾ അതിക്രമം പെരുകിയതിന്റെ ഫലമായിട്ടാണ് എതിർ ക്രിസ്തു വരുന്നത്. അതുകൊണ്ടാണ് ഈ അന്ത്യകാലത്ത് പാപം പെരുകേണ്ടത് ഒരാവശ്യമായി വരുന്നതും ദൈവം അതിനെ തടയാത്തതും. ആ പാപത്തിന്റെ നുരഞ്ഞു പൊങ്ങുന്ന പതയിലാണ്, ആ പാപത്തിന്റെ അടിച്ചുയരുന്ന തിരയിലാണ് എതിർ ക്രിസ്തു വാഹനമേറി വരുന്നത്. അപ്പോൾ ആർ ദേ കോംപ്ലിമെന്ററി മീൻസ് പാപവും എതിർ ക്രിസ്തുവുമോ? യെസ് ആണോ? പാപം പെരുകുമ്പോഴാണ് അവൻ വരുന്നത്. അതുകൊണ്ട് പാപം പെരുകിയേ പറ്റൂ. പാപം അവന് രംഗപ്രവേശം ചെയ്യാനുള്ള ഒരു വാഹനമാണ്, ഒരു വാഹനം. എന്നിട്ട് അവനെ വിളിക്കുന്നത് കേട്ടോ, എങ്ങനെയുള്ളവനാണ്? ഉഗ്രഭാവം, ഉപായബുദ്ധി. ഞാൻ പറഞ്ഞില്ലേ, ഹി വിൽ ബി സോ ഡിപ്ലോമാറ്റിക്. അവൻ ഭയങ്കര ഉപായബുദ്ധി ഉള്ളവനായിരിക്കും. അതുകൊണ്ട് അവൻ ഏതു പ്രശ്നവും, എത്ര പിണങ്ങി നിൽക്കുന്നവനെയും അവന്റെ ഉപായബുദ്ധി കൊണ്ട് വശത്താക്കും. ഇതിനൊക്കെ തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ ആരെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ മനസ്സിൽ ചിന്തിച്ചു. വെറും ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം, ആ വ്യക്തിയാണെന്ന് പറയാനൊക്കത്തില്ല. എന്നാൽ ഇതുപോലെ ഉയർന്നു വന്ന് കൂടെ നിന്നവരെ തകർത്ത് കളഞ്ഞ് ഉപായബുദ്ധി കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തുന്ന രാഷ്ട്ര നേതാക്കന്മാർ ഇന്നുമുണ്ട്. വ്യാപാരശക്തി തന്നെയാ അല്ലെ പാസ്റ്റർ? അതെ, അത് 1-ാം നൂറ്റാണ്ട് മുതലേ ഉണ്ട് വ്യാപാരശക്തി. അത് ഈ അന്ത്യകാലത്തേക്ക് വരുമ്പോൾ കൂടും. ആരുടെ പേരൊന്നും പറയണ്ട, സ്വയം ചിന്തിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് അടുത്തത് വായിച്ചു. ഇനി അടുത്ത വാക്യം. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. അവൻ അതിശയമാമണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അടുത്ത വാക്യവും കൂടെ. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പു ഭാവിച്ച് നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്ത് നിന്ന് കൈതൊടാതെ തകർന്നു പോകുകയും ചെയ്യും. കൃത്യതയോടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരിക്കുമല്ലോ, വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലാതെ. ഇവന്റെ അധികാരം വലുതായിരിക്കും, അവന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും, എന്നാൽ സ്വന്തം ശക്തിയാൽ അല്ലതാനും. പിന്നെ ആരുടെ ശക്തിയാലാ? രണ്ട് ശക്തികൾ അവനുണ്ട്. അതിൽ പ്രധാനം സാത്താനാണ്. ഓർക്കുക, വാട്ട് ക്രൈസ്റ്റ് റിജക്റ്റഡ്, Antichrist will wholeheartedly accept. സാത്താൻ യേശുവിന്റെ അടുക്കലും ഈ വാഗ്ദത്തവുമായി ചെന്നു, നീ എന്നെ ഒന്ന് കുമ്പിട്ടാൽ ഈ അധികാരമൊക്കെയും ഇതിന്റെ മഹത്വവും ഞാൻ നിനക്ക് തരാം. All these things, the splendor of this world and the power of this world, they are entrusted unto me. I give it to him whom I love. You just bow down to me and I'll give it to you. ഈ ലോകത്തിന്റെ അധികാരവും അതിന്റെ മഹത്വവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവന് ഞാൻ കൊടുക്കും. നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇത് ഞാൻ നിനക്ക് തന്നേക്കാം.
കർത്താവ് അത് വേണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് വേണ്ടെന്ന് പറഞ്ഞ സാധനം സാത്താനെ കുമ്പിട്ട് ആര് സ്വീകരിക്കുക? എതിർ ക്രിസ്തു. അത് നാം വെളിപ്പാട് 13-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ കണ്ടു കഴിഞ്ഞു. പിശാച് എതിർ ക്രിസ്തുവിന് തന്റെ അധികാരവും ശക്തിയും സിംഹാസനവും നൽകുന്നു. അങ്ങനെ ഇവൻ ഇവിടെ വലിയ അധികാരം സ്ഥാപിച്ചെടുക്കുന്നു, നേടിയെടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നിട്ട് നാം വായിച്ചത് അവൻ 25-ാം വാക്യത്തിൽ കണ്ടോ, നയബുദ്ധിയാൽ, ഡിപ്ലോമസി, നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കും. ഈ നിലയിൽ ഇവൻ ഭരിക്കുവാൻ ദൈവം അവനെ അനുവദിക്കും. ദൈവം അവനെ അനുവദിക്കും. അതാണ് വിശുദ്ധ ജനത്തെ പോലും തോൽപ്പിക്കുവാൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ മേൽ പോലും ആധിപത്യം പുലർത്തുവാൻ ദൈവം അവനെ അനുവദിക്കും. എന്നിട്ട് അവൻ സമയങ്ങളെ പോലും മാറ്റും. സമയങ്ങളെ പോലും അവൻ മാറ്റും. ഇങ്ങനെ ഈ 2 അധ്യായങ്ങളിൽ കൊമ്പുകൾ എന്ന നിലയിൽ മറ്റു രാജാക്കന്മാരെ വീഴ്ചുകൊണ്ട് എതിർ ക്രിസ്തു തന്റെ ഭരണം സ്ഥാപിക്കും. അവൻ ലോക സമാധാന പ്രഭുവായി അഭിനയിച്ചുകൊണ്ട് എല്ലാവർക്കും സമാധാനം എന്ന് പറഞ്ഞ് ഇവൻ രംഗപ്രവേശം ചെയ്യും. അതാണ് നാം വെളിപ്പാട് 6-ന്റെ ആദ്യ ഭാഗത്ത് 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കാണുന്നത്. അങ്ങനെയുള്ള നയബുദ്ധിയാലായിരിക്കും അവൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മധ്യപൂർവേഷ്യയിലെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിനും പരിഹാരം കാണുന്നത്. പരിഹാരം കണ്ട് യെരുശലേം ദേവാലയം യഹൂദിന് വേണ്ടി പണിയുവാൻ അവൻ തയ്യാറാകും. അവനത് വിജയിച്ചെടുക്കും. അവൻ പലസ്തീനെ അല്ലെങ്കിൽ മുസ്ലിം ലോകത്തെയും യഹൂദ ലോകത്തെയും സമന്വയിപ്പിച്ച് 2 പേർക്കും പിണക്കമില്ലാതെ യെരുശലേം ദേവാലയം പണിയും. അതും കൂടെ പണിഞ്ഞു കിട്ടുമ്പോഴേക്കും യഹൂദൻ ഇവനെ സാക്ഷാൽ മശിഹയായിട്ട് വാഴ്ത്തും. പക്ഷേ പകുതിയിൽ വെച്ച് ഇവൻ തൻ്റെ ഉടമ്പടി ലംഘിക്കും. ഉടമ്പടി ലംഘിച്ചിട്ട് അടുത്ത 3.5 വർഷം മഹാപീഡനം അഴിച്ചുവിടും. അതിന്റെ ഒടുവിൽ നടക്കുന്ന അർമഗദ്ദോൻ യുദ്ധത്തെ കുറിച്ചാണ് നാം കണ്ടത്. ഇന്നും യുദ്ധം പൂർത്തീകരിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. ഒരു കാര്യം, ദാനിയേൽ താനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി ബാബിലോണ്യ രാജാക്കന്മാരെയും അതിനുശേഷം മേദ്യ പേർഷ്യ രാജാക്കന്മാരെയും സേവിച്ചു. അതിനിടയിലും താൻ പാർത്ത അന്യദേശത്തെ താൻ 3 വർഷം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബൈബിൾ സ്കൂളിൽ പഠിച്ച അവിടുത്തെ സംസ്കാരങ്ങൾക്ക് അടിമയാകാതെ ബാല്യത്തിൽ പഠിച്ച ദൈവ വചനത്തിനും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിനും വിധേയനായി ദൈവത്തോട് ഉള്ള ബന്ധം പുലർത്തി ജീവിച്ചു. അതുകൊണ്ട് തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും ദൈവം ദാനിയേലിനോട് സംസാരിച്ചു. കൃത്യമായ പ്രവചനങ്ങളെ ദാനിയേലിലൂടെ ദൈവം നമുക്ക് നൽകി. അതിൽ നിറവേറിയ കാര്യങ്ങൾ മാത്രം നോക്കിയാലും ബൈബിള് മൊത്തം ദൈവത്തിന്റെ ഇന്നറന്റ് വേർഡ് ഓഫ് ഗോഡ് ആണെന്ന്, തെറ്റിക്കൂടാത്ത തിരുവെഴുത്തുകളാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും.
അത് നമ്മുടെ വിശ്വാസത്തെ അധികം വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ പ്രത്യാശയെ ഇനിയും ഊട്ടി ഉറപ്പിക്കട്ടെ. സ്തോത്രം. എതിർ ക്രിസ്തുവിന്റെ ആത്മവ്യാപാരം ഇപ്പോഴേ ഉണ്ട്. അവൻ ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞ് ലോകത്തിലേക്ക് രംഗപ്രവേശം ചെയ്യും. നമുക്കതിനെ കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ടതില്ല. എന്നാൽ അതിനു മുമ്പ് ക്രിസ്തു തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ വരും. നാം അതിനു വേണ്ടി ഒരുങ്ങുക. ഈ സത്യവചനത്തെ യഥാർത്ഥമായും മുറുകെ പിടിച്ചുകൊള്ളുക, വിട്ടുകളയരുത്. വിശ്വാസത്തിനായി പോരാടുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നമ്മുടെ കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു. മാറാനാഥ. നമുക്ക് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.